ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആവേശം കൊള്ളിക്കാൻ ആവേശത്തിന്റെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ട്. രോമാഞ്ചം എന്ന ചിത്രത്തിന് ശേഷം നമ്മുടെ ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ആവേശം. ഫഹദ് ഫാസിലാണ് ചിത്രത്തിന്റെ നായകനായിട്ട് വരുന്നത്. നായകൻ എന്ന് പറയാം, പ്രതിനായകൻ എന്ന് പറയാം, ഏത് രീതിയിലും ഫഹദ് ഫാസിനെ നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നതാണ് എനിക്ക് കിട്ടിയൊരു ചെറിയൊരു അറിവ്. ഇത് രോമാഞ്ചത്തിന്റെ ഒരു പ്രീക്വലാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല, പക്ഷേ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് രോമാഞ്ചത്തിന്റെ സിനിമയായിട്ട്. കാരണം അതിലെ നമ്മുടെ ചെമ്പൻ വിനോദ് അവതരിപ്പിച്ച കഥാപാത്രം സെയിം അതുപോലെ തന്നെ ഇതിലും ഉണ്ടെന്നാണ് എനിക്ക് വേറെ രീതിയിൽ കിട്ടിയൊരു അറിവ്. അപ്പം രോമാഞ്ചമായിട്ട് എന്തെങ്കിലും ബന്ധം കാണാതിരിക്കാൻ ചാൻസ് കുറവാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ആവേശം കൊള്ളിക്കുന്ന ടീസർ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? അണ്ണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഗുണ്ടകൾ വിത്ത് ടൂൾസ്. എന്നിട്ട് അണ്ണൻ ചാടി എണീറ്റ് അവരുടെ തോളത്തെ കൂടെ കൊന്ന്. അമ്പേട്ടാ, എന്നിട്ട് ഒരു മിനിറ്റ്. गंगा भैया वो ऐसे दौड़ के आया, बुलाटे मारा. ರಂಗಣ್ಣ ದೊಡ್ಡ ರೌಡಿ ಅಡ್ಡಾಗೆ ಎಂಟ್ರಿ ಕೊಟ್ರೆ ಸಾಕು, ಲಾಂಗ್ ಎತ್ತಿದ ತಕ್ಷಣ ಕತ್ತನ್ನ ಕಚಕ್ ಅಂತ ಕತ್ತರಿಸ್ತಾರೆ. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ട ആൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു. എടാ മോനെ, ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. ഏപ്രിൽ 11 എന്തായാലും ഒരു രക്ഷയില്ല. കിടുക്കൻ ടീസറാണ്. ഭയങ്കര നമുക്ക് ആവേശം തോന്നിപ്പോകുന്നൊരു ടീസർ. എന്തായാലും ഫഹദ് ഫാസിൽ ഇത് കലക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ബീജിയം ഒരു രക്ഷയില്ല. സുഷിൻ ഷ്യാമിൻ്റെ ബീജിയം, ആ ടീസർ അതിൽ തന്നെ ഉണ്ട്. ആ ബീജിയത്തിൻ്റെ വൈബ് ആ സിനിമയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന ഒരു നമുക്ക് കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ. സുഷിൻ ഷ്യാം ഒരു രക്ഷയില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് അൻവർ റഷീദ് ഒരു നിർമ്മാണമായിട്ട് വരുന്നത്. അപ്പം അൻവർ റഷീദ് ഒരു നിർമ്മാണമായിട്ട് വരുമ്പോൾ ആ സിനിമയിൽ എന്തായാലും ഒരു പ്രത്യേകത കാണും. എന്തായാലും രോമാഞ്ചം പോലെ ഭയങ്കര ഹിറ്റാവാൻ ചാൻസ് ഉള്ള ഒരു പടമായി മാറട്ടെ. പക്ഷേ ഈ ടീസറിനകത്ത് നമുക്ക് സൈക്കോ ഷമ്മി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഫഹദ് ഫാസിലിൻ്റെ ആ ചില അപ്പിയറൻസും ഒക്കെ, കാരണം പുള്ളി ഇതിനകത്ത് കുറച്ച് സൈക്കോ ആണ്. പുള്ളിക്ക് കിട്ടുന്ന റോൾ അതുകൊണ്ടായിരിക്കും. പക്ഷേ അത് ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ആൾക്കാർ ചിലപ്പോൾ പടം ഫ്ലോപ്പ് ആണെങ്കിൽ ഫഹദിന് ഏറ്റവും ദോഷം ചെയ്യും. കാരണം ആവർത്തന വിരസത, റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ ഇത് കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ മടുത്തു തുടങ്ങും. എനിക്ക് അങ്ങനെയാണ് ഒരു ഷമിയെ തന്നെ കാണാൻ പറ്റി ഇതിനകത്ത്. പല ആംഗിളും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ക്യാരക്ടറിന് ഷമിക്ക് മേളിൽ പോകാൻ ഫഹദ് ഫാസിന് പറ്റുന്നില്ല. എത്രയൊക്കെ സൈക്കോ കഥാപാത്രം ചെയ്താലും ഷമിയെ മറികടക്കുന്ന ഒരു സൈക്കോ ഇനി വരാൻ പോകുന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഒരു സൈക്കോ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഫഹദിന് അത് വിട്ട് പോകാൻ പറ്റുന്നില്ല. കറക്റ്റ് സൈക്കോ ഷമി കയറി വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഇപ്പടം ഫ്ലോപ്പ് ആണെങ്കിൽ ഫഹദിന് ദോഷം ചെയ്യും. ഇല്ലെങ്കിൽ നല്ലൊരു കഥ, പിന്നെ ബീജിയം, ആ സിനിമ എടുത്തേക്കുന്ന രീതി, ഇതൊക്കെ ഗംഭീരമാണെങ്കിൽ സിനിമ വേറെ ലെവലിൽ പോകും. അദ്ദേഹത്തിൻ്റെ, അതായത് ഫഹദിൻ്റെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ സൈക്കോ ഷമിയൊന്നും കാര്യമാക്കത്തില്ല ആൾക്കാർ. കാരണം സിനിമ വേറെ ലെവലാണെങ്കിൽ, ആ കഥാപാത്രം വേറെ ലെവലാണെങ്കിൽ, ആ കഥ ബീജിയം അതെല്ലാം എടുത്തു വച്ചിരുന്ന രീതി വേറെ രീതിയാണെങ്കിൽ ആ സിനിമയിൽ ഷമിയുടെ ഒരു റീലോഡഡ് വെർഷൻ ഒന്നും ആരും പറയത്തുമില്ല. അങ്ങനെ ഒരു ആവർത്തന വിരസനെ കുറിച്ച് ആരും സംസാരിക്കാനും പോകത്തില്ല. അല്ലാതെ പടം ഒന്ന് ഔട്ട് ആയി പോയ ഫഹദ് കുറച്ച് പേരുദോഷം കേൾക്കാൻ ചാൻസ് കൂടുതൽ ആണ്. എന്തായാലും ടീസർ ഗംഭീരമാണ്. നമുക്ക് ഭയങ്കര രോമാഞ്ചം തരുന്ന ഒരു ആവേശത്തിൻ്റെ ഒരു ടീസർ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും പടം ഗംഭീരമാവട്ടെ, രോമാഞ്ചത്തെക്കാട്ടിലും ഭയങ്കര ഹിറ്റാവട്ടെ. സൈക്കോ ഷമിയെ നമുക്ക് കാണാത്ത രീതിയിൽ ഒരു വേറൊരു ഫഹദ് ഫാസിനെ കാണാൻ ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. ഓക്കെ, ബൈ.